കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വന്ന് മാറ്റമില്ലാത്ത സന്ദേശം അറിയിപ്പാൻ ലഭിച്ച അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ നേതൃത്വം വഹിക്കുന്ന കർത്തൃദാസി റോസ്ലിൻ സിസ്റ്റർ, സുരേഷ് ബ്രദർ, കുഞ്ഞുങ്ങൾ, അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിരിക്കുന്നവരോടും അംഗങ്ങളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചനം എന്ന് പറയുന്നത് ശക്തമായി ഈ ഒടുവിലത്തെ കാലയളവിൽ വ്യക്തമായും ശക്തമായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടുള്ള സന്ദേശമാണെന്നുള്ളത് ഒരിക്കലൂടെ പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം വചനം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനോട് അരുളി ചെയ്യുന്ന ദൂതുകളാണ് കർത്താവിലൂടെ മാനവജാതിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ സമർപ്പണത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഈ സായാഹ്ന വേളയിൽ അല്പസമയങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിലയേറിയ ശ്രദ്ധയെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്യഭാഗം ഞാൻ ഉദ്ധരിക്കുന്നു. 138 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിൽ നിന്നും ഇങ്ങനെ നാം വായിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. 138 സങ്കീർത്തനത്തിന്റെ 8 വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ വാക്യം നമ്മുടെ മലയാളം പുസ്തകത്തിൽ വായിച്ചാൽ നാം അങ്ങനെ വായിക്കുന്നെങ്കിലും ആ വാക്യം അതിന്റെ ഭാഷാന്തരത്തോട് ചേർന്ന് വിവിധ ഭാഷാന്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ 1-2 ഭാഷാന്തരം പറയാം. ഒന്നിങ്ങനെയാണ്: എന്റെ കാര്യത്തിൽ തനിക്കുള്ള ലക്ഷ്യം കർത്താവ് നിറവേറ്റും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ കാര്യത്തിൽ കർത്താവ് എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് ദൈവം നിറവേറ്റും. മറ്റൊരു ഭാഷാന്തരത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം ശുഭപര്യവസാനമാക്കി തീർക്കും. അത് ഹോശാന ബൈബിളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം, കാര്യങ്ങളെല്ലാം ഒടുവിൽ ഒരു ശുഭപര്യവസാനത്തിലേക്ക് ദൈവം കൊണ്ടുവരും. അതാണ് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്ന വാക്യത്തിന്റെ ആശയം എന്നുള്ളത്, ഭാഷാന്തരം എന്നുള്ളത്, അർത്ഥം എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ദൈവം എന്നെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം നിറവേറ്റും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് തനിക്കായി ദൈവം എന്നെ വേർതിരിച്ചത്. ആ നിലകളിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളൊന്നും അത് പരാജയമല്ല, അത് മുടങ്ങിപ്പോകയില്ല, അത് തകർന്നു പോകുകയില്ല, ശത്രുവിന് തകർത്ത് കളയുവാൻ കഴിയുകയില്ല.
എന്നാൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാത്ത ചിലത് ഈ കാലങ്ങളിൽ ദൈവം ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലകളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ദൈവം നമുക്ക് നൽകി തന്ന ചില വാഗ്ദത്തങ്ങളും വിടുതലുകളും നന്മകളും പലപ്പോഴും അതിൻ്റെതായ നിലയിൽ പ്രാപിച്ചെടുത്ത് മുന്നേറുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം. ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായെന്ന് വരാം. ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നെന്ന് വരാം. എന്നാൽ ശക്തമായ ഭാഷയിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന സകല കാര്യങ്ങളും ഒരു ശുഭപര്യവസാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാകയാൽ ഇന്ന് ഈ ശയാന വേളയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ടെ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ ദൈവം ഒരു ശുഭപര്യവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, താനെ ക്രൂശിൽ പിടഞ്ഞ് മരിക്കുമ്പോൾ ലോകം മുഴുവൻ പറഞ്ഞു, ഇതൊരു ദാരുണ സംഭവമാണ്, ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയാണ്, മുഴുവൻ തീരുകയാണ് എന്നൊക്കെ ലോകം മുഴുവൻ വിധി എഴുതി. എന്നാൽ എന്റെ കർത്താവിന്റെ അവസാനത്തെ വാക്കുകളിൽ ഒന്ന് ഇതാണ്, ഇറ്റ് ഈസ് ഫിനിഷ്. അതിന്റെ സംസ്കൃത പദം ഇതാണ്, സമാപ്തം എന്നാണ്. സമാപ്തം. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, സമാപ്തം എന്നൊരു പദമാണ് സംസ്കൃതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ്. മലയാളത്തിൽ സകലവും നിവൃത്തിയായി. എന്റെ കർത്താവ് എല്ലാം നിവൃത്തിയാക്കിയിട്ടാണ് താനെ തന്റെ ശിരസ് സ്വന്തം തോളിലേക്ക് ചായ്ക്കുന്നത്. എല്ലാം നിവൃത്തിയാക്കി, മുഴുവൻ പൂർത്തിയാക്കി. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന സകലവും പൂർത്തിയാക്കിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇവിടെ നിന്ന് കടന്നുപോയവരുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയാൽ, ഇനി ഞാനൊരു 100 വർഷം കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞ മഹാനായ നെഹ്റുവിന്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു 100 വർഷം കൂടെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു, എന്നാൽ ജീവിക്കുവാൻ കഴിഞ്ഞില്ല. ഉന്നതന്മാരായ ആളുകൾ പലരുടെ ചരിത്രം എടുത്തു നോക്കൂ, പലരും അവസാനം നിരാശയോടുകൂടിയാണ് കടന്നുപോയത്. ലോകം മുഴുവൻ ഒരു വിധത്തിൽ പറഞ്ഞ ഒരു സാമ്രാജ്യം പോലും പിടിച്ചടക്കിയ നെപ്പോളിയൻ ബോണോപാർട്ട്, അദ്ദേഹം ജീവിതത്തിൽ ഒടുവിൽ സംഖലീന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി അന്തിമമായി താൻ പറഞ്ഞ വാക്കുകൾ നാം കേട്ടാൽ, ശ്രദ്ധിച്ചാൽ, ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു നിരാശയുടെ വാക്കുകൾ പറഞ്ഞാണ് ഈ ലോകത്തിൽ നിന്ന് താൻ കടന്നു പോകുവാനിടയായി തീർന്നത്. നമുക്കറിയാം, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ആ വലിയ സിദ്ധാന്തം, ഒന്നുകൂടെ പറഞ്ഞാൽ ചിത്താന്തം. അതൊരു സിദ്ധാന്തമല്ല, ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ ചാൾസ് ഡാർവിന്റെ ചിത്താന്തമാണെന്ന് പറഞ്ഞ പോലെ അത് ലോകം മുഴുവൻ പടർത്തി പന്തലിപ്പിച്ച ആ വലിയ മനുഷ്യൻ എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തെ ലോകം അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവസാന ദിനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരാശയുടെ ദിനങ്ങളായിരുന്നു. ലേഡി ഹോപ്പ് എന്ന് പറയുന്ന ഒരു നേഴ്സിനോട് പറഞ്ഞു, ആ പുസ്തകം ഇങ്ങെടുത്തോണ്ട് വന്നാട്ടെ. താൻ ചോദിച്ചു, ഏത് പുസ്തകം? ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ മനുഷ്യൻ ആശ്വാസം നൽകുന്നത്, ദൈവവചനം. ആ വചനം കൊണ്ടുവന്നാട്ടെ. ആ വചനം എടുത്ത് അദ്ദേഹം വായിക്കുവാൻ തുടങ്ങി. അവസാന ദിവസങ്ങളിൽ അദ്ദേഹം വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നാ ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാൻ ചിട്ടയില്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാനൊരു ആശയമുണ്ടാക്കി. ലോകം അത് കാട്ടുതീ പോലെ പടർത്തി. എന്നാൽ യഥാർത്ഥമായ സത്യം ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥ സത്യം. അവസാനം അത് പറഞ്ഞാണ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയത്. നിരാശയോടുകൂടെയാണ് വിടവാങ്ങിയത്. എത്രയോ പേരെ എനിക്ക് എടുത്തുദ്ധരിക്കുവാൻ കഴിയും. ജീവിതത്തിന്റെ ഒടുവ്, അവസാനം എന്ന് പറയുന്നത് നിരാശജനകമായ അനുഭവത്തിലൂടെ കടന്നുപോയ ആയിരങ്ങളെ നമ്മൾ കാണുമ്പോൾ സകലവും പൂർത്തിയാക്കി ആമേൻ ഇവിടുന്ന് കടന്നുപോയ ഒരേ ഒരുവനേ ഉള്ളൂ. ആമേൻ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം
മഹാനായ അലക്സാണ്ടറിന്റെ ചരിത്രം ഒന്നുകൂടെ വായിച്ചു നോക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം ഗ്രീസ് പലയിടങ്ങൾ പിടിക്കുവാൻ പോകുമ്പോൾ, ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഒരിക്കൽ ഒരു മഹാനദയത്തോട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് സിസിലി പിടിക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, അവിടെ എനിക്ക് കീഴടക്കണം. എന്തിനാണ് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത്? അവിടെയും എനിക്ക് കീഴടക്കണം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥലങ്ങളെല്ലാം കീഴടക്കിയതിനു ശേഷം ഒരു വലിയ സാമ്രാട്ടായിട്ട് സമാധാനത്തോടെ എനിക്കൊന്ന് ജീവിക്കണം. ഇദ്ദേഹം ചോദിച്ചു, ഇതെല്ലാം കീഴടക്കാതെ തന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി വരെ കടന്നു വന്ന മഹാനായ അലക്സാണ്ടർ, ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം ഒരു പനിനീർക്കുളത്തിൽ കുളിച്ചൊരു പനി പിടിപെട്ട് മരണത്തെ പുൽകുവാൻ തുടങ്ങുമ്പോൾ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കൊട്ടാരം വൈദ്യന്മാരോട് പറഞ്ഞു, എന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. അവസാനമായി എന്റെ അമ്മയുടെ അടുക്കലെങ്കിലും എത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ച് എന്റെ ജീവനെ മടക്കി തരണം. മരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ മരണം തന്റെ അടുക്കൽ തന്നെ നിൽക്കുന്നു എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും അടുത്ത സഹചരന്മാരെ വിളിച്ച്, സഹഭൃത്യന്മാരെ വിളിച്ച്, ഉന്നതന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എന്റെ ഡെഡ് ബോഡി ഏദർസിന്റെ തെരുവിലൂടെ കൊണ്ടുപോകുമ്പോൾ അത് ചുമക്കേണ്ടത് കൊട്ടാരം വൈദ്യന്മാരായിരിക്കണം, ഡോക്ടേഴ്സ് ആയിരിക്കണം. അവര് ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യേണ്ടതിന്റെ ഒരു കാരണം, വൈദ്യശാസ്ത്രം കൊണ്ട് എന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിരാശയുടെ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രണ്ടാമതൊരു കാര്യം ചെയ്യണം, എന്റെ ഭണ്ഡാരത്തിലുള്ള വെള്ളിയും പൊന്നും തെരുവീതികളിലൂടെ വാരി വിതരണം. അപ്പോൾ അവര് ചോദിച്ചു, എന്തിന്? അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളിയോ പൊന്നോ ഒന്നും എന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ ഡെഡ് ബോഡി ശവമഞ്ചത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ ഇരു കരങ്ങളും ഇരുവശത്തേക്ക് മലർത്തിയിട്ടിരിക്കണം. അവര് ചോദിച്ചു, എന്തിനാണ്? ഒരു കാര്യം ലോകം അറിയട്ടെ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു. രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച മനുഷ്യൻ ഇവിടെ നിന്ന് നിരാശനോടുകൂടെ പിടഞ്ഞു മരിച്ച് കടന്നുപോയ കാഴ്ചയല്ലേ നാം കാണുവാൻ കഴിഞ്ഞത്. ഞാൻ എന്തിനാ ഇത് വിസ്തരിച്ചെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ കടന്നുപോയവർ അനവധി പേരെ ഇങ്ങനെയുള്ള ഉന്നതന്മാരുടെ ഇടയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നിരാശയോടുകൂടെ അവസാനം ഒന്നും വെട്ടിപ്പിടിക്കാൻ കഴിയാതെ ജീവിതത്തിൽ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ജീവിതം പരാജയത്തിലേക്ക് വഴുതി ഇറങ്ങിയ അനേകരുടെ ചരിത്രം, പട്ടിൽ മൂടിയ മഹാന്മക്കളുടെ ചരിത്രം എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ചരിത്രത്തിന്റെ നടുവിൽ ക്രൂശിൽ ഉയർന്നൊരു ശബ്ദമുണ്ട്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി, സമാപ്തമെന്ന് പറഞ്ഞുകൊണ്ട് സകലത്തെയും നിവർത്തിക്കുവാൻ ഉയരങ്ങളിൽ നിന്ന് ഊഴിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച് മാനവവർഗത്തിന് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം ചെയ്തെടുക്കേണ്ട സകല പ്രവചനത്തിന്റെ നിവൃത്തികളും ചെയ്തെടുത്ത് പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ച് അവസാനം സംതൃപ്തിയോടുകൂടെ മുഴുവൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാ. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറയുകയല്ല. എന്തെങ്കിലും ഒരു കെട്ടുകഥ കേട്ട് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ച ഒരു ഭാവനാചരിത്രം പറയുകയല്ല. ചരിത്രത്തിൽ കാലൂന്നി നിന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് ഇന്നത്തെ ചരിത്രം എന്ന് പറയുന്നത്. അതാണ് ചരിത്രത്തെ രണ്ടാക്കി തിരിച്ചത്, AD എന്നും BC എന്നും. അതിന്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. ബിഫോർ ക്രൈസ്റ്റ് എന്നും ആന്റി ഡോമിനി എന്നും അതിന്റെ ഒരു ഭാഗത്താണ് നാം നിൽക്കുന്നത്. ഓർത്തുകൊള്ളണം, ചരിത്രം കുറിച്ച ചരിത്രപുരുഷനായ ക്രിസ്തു ചരിത്രത്തിൽ ഇറങ്ങി വന്ന് ഈ ചരിത്രത്തെ മാറ്റിമറിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ ചരിത്രം പോലും മാറ്റിമറിക്കുന്ന, ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുന്ന ചരിത്രം കുറിക്കുന്ന അത്ഭുതവാനായ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ പലപ്പോഴും ഈ സത്യം ഞങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക്
മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഒരു ചിന്ത, ആമേൻ, ഏറ്റവും ശക്തമായ നിലയിൽ എല്ലാം പൂർത്തീകരിച്ച് ഇവിടുന്ന് കടന്നുപോയ ഒരേ ഒരുവൻ, നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അതുകൊണ്ടാണ് ഞാൻ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യഹോവ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും. എന്താ സമാപ്തി? ആ വാക്യത്തിന്റെ അർത്ഥം എന്താ എന്ന് ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. ഒന്നുകൂടെ പറയുന്നു. അതിന്റെ ഭാഷാന്തരവും അർത്ഥവും എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ദൈവം ശുഭപര്യവസാനമായി തീർക്കും. എന്റെ ജീവിതത്തിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്നും പരാജയപ്പെടുത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ 2025 ഒടുവോട് നാം അടുത്തുകൊണ്ടിരിക്കുക. നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതും ഒത്തിരി പരാജയങ്ങളാ. പക്ഷെ നിന്നെക്കുറിച്ചുള്ള പദ്ധതിയിൽ എന്റെ തമ്പുരാൻ ഇന്ന് പകൽ ജാഗരൂകനാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ അത് പരാജയമല്ല. അത് നിവർത്തിക്കുവാൻ ശക്തമായ ഒരു കരം ഇന്ന് പകൽ ഈ സയാന്റെ വേളയിൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ചില വ്യക്തികളെ വളരെ പെട്ടെന്ന് കൊണ്ടുവരാം. എന്റെ സമയത്തിനുള്ളിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണമല്ലോ. ഒന്നാമത് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത് നമുക്ക് പരിചിതനായ ജോസഫിന്റെ ചരിത്രം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണ്. 37 യാക്കോബിന്റെ വംശപാരമ്പര്യമാവിത് എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ജോസഫിന്റെ ചരിത്രം തുടങ്ങിയ സത്യത്തിൽ ആരെങ്കിലും വംശപാരമ്പര്യം എഴുതുമ്പോൾ മൂത്ത മകനെ ആദ്യം കൊണ്ടുവരുന്നുണ്ട്. രൂപൻ, ശിമയോൻ, ലേവി ഒക്കെ കിടക്കുക. അവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതാ ഇവിടെ ജോസഫിനെ കൊണ്ടുവരിക. സ്തോത്രം. ജോസഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ യാക്കോബിന്റെ വീട്ടിൽ അവന്റെ ആ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പന്റെ സ്നേഹഭാജനമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പനൊരു നിലയങ്കി അവന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. നിലയങ്കി, കീറലില്ലാത്ത, തുന്നലില്ലാത്ത, തയ്യലില്ലാത്ത ഒരു നിലയങ്കി. ഈ നിലയങ്കി എന്ന് പറയുന്നത് ഞാൻ അങ്ങ് വ്യാഖ്യാനിക്കുക, ഇത് കൃപയെ കുറിക്കുക. അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ വിശദീകരണത്തിലേക്ക് പോകാൻ സമയമെടുക്കുന്നില്ല. ഈ ഭവനത്തിൽ, അപ്പന്റെ ഭവനത്തിൽ, ദൈവഭവനത്തിൽ ഈ നിലയങ്കി ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പന്റെ സ്നേഹഭാജനമായി നിലകൊള്ളുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. സ്തോത്രം. എല്ലാവരും അല്ലെന്നേ, എല്ലാവരെയും അപ്പൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, കർത്താവ് പറഞ്ഞ ഉപമ. ഇപ്പൊ അങ്ങോട്ടൊക്കെ പോയ സമയം പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം മുൻപോട്ട് പോകുന്നേ. ഒരു മകനോട് പറഞ്ഞു, നീ പോയി ഇന്ന കാര്യം ചെയ്യേ. അവൻ ഇച്ചിരി വാത്സല്യമൊക്കെ ഉള്ള ആളാ. അവൻ ചെയ്യുമെന്നൊക്കെ കരുതിയതാ. പക്ഷെ അവൻ പോയ വഴിക്ക് പുല്ലില്ല, എതിരെ പോയെന്നറിയത്തില്ല. പക്ഷെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഒന്നും ചെയ്യാത്തവനാ. പക്ഷെ അവൻ അപ്പം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ ആ വഴിയെ ചെന്നു, അപ്പം പറഞ്ഞത് ചെയ്തു. അവൻ അപ്പന്റെ സ്നേഹഭാജനമായി മാറി. ചിലര് വലിയ പുള്ളികളാ, ഞാൻ അപ്പന്റെ ആളാന്നും പറഞ്ഞ് നടക്കുന്നേ ഉള്ളന്നേ. അപ്പം പറയുന്ന ഒട്ടും അനുസരിക്കുകയില്ല, കേൾക്കുകയില്ല, ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, സമർപ്പിക്കുകയില്ല. ആ നില പോകുന്ന ഒത്തിരി പുള്ളികളുണ്ട്. നമ്മളെല്ലാം പുറമേ ഉള്ളതല്ലേ കാണുന്നേ. അപ്പനെ അനുസരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊരു നിലയങ്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നിലയങ്കി ധരിച്ചുകൊണ്ടാണ് ഈ അപ്പന്റെ ഭവനത്തിൽ ജോസഫ് എന്ത് ചെയ്യുന്നത്? പാർക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, അവനൊരു സ്വപ്നം കണ്ടു. വിഷയത്തിലേക്ക് വേഗം കയറി വരിക. ഈ 3 വിധത്തിലുള്ള സ്വപ്നമുണ്ടെന്നാ പറയുന്നത്. 3 വിധത്തിൽ സ്വപ്നമുണ്ട്. ഒന്ന് ഈ ദിവാസ്വപ്നം എന്ന് പറയും. അതിങ്ങനെ കിടക്കുമ്പോഴൊക്കെ കാണുന്ന, അയ്യോ, ഒരാള് ദിവാസ്വപ്നം കണ്ടു. എങ്ങനെയാണെന്നറിയോ? ആനപ്പുറത്ത് കയറിയിരിക്കുന്ന കണ്ടത്. അയ്യോ, സുഖമായിട്ട് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടു. പകലിങ്ങനെ കിടന്ന് മയങ്ങുമ്പോൾ പെട്ടെന്ന് ആനയൊന്ന് അനങ്ങിയ പോലെ തോന്നി. പുള്ളി കട്ടിലേം താഴെ പോയി. അതാ ദിവാസ്വപ്നത്തിന്റെ കുഴപ്പം. അതാ പകല് കിടന്ന് ദിവാസ്വപ്നം കാണരുത് കേട്ടോ. കണ്ടാലേ കുഴയും. ഇതുപോലെ കട്ടിലേം താഴെ പോകുന്നുള്ളൂ.
രാത്രി കാണുന്ന ചില പേക്കിനാക്കളുണ്ട്. ചിലർ ചില പേക്കിനാവുകയാണ്. പണ്ട് അമ്മച്ചി പറഞ്ഞതാ, ഞാൻ കണ്ണടയ്ക്കുമ്പോ പാസ്റ്റർ ഇരുട്ട് കാണുന്നു. പിന്നെ കണ്ണടയ്ക്കുമ്പോ പിന്നെ എന്നതാ കാണണ്ടേ? ഇവിടെ കണ്ണടയ്ക്കുമ്പോ ഇരുട്ടാ കാണുന്നേ. സ്തോത്രം. കണ്ണടയ്ക്കുമ്പോ ഇരുട്ട് കാണും. അത് കാണുന്നു, ഇത് കാണുന്നു, ഇതെല്ലാം പേക്കിനാവാ. പക്ഷെ ഞാൻ ഈ അബ്ദുൽ കലാം വിശ്വാസി അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തു കൂട്ടി ഇതിനോട് ചേർത്തങ്ങ് പറയുക. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥമായ സ്വപ്നം കണ്ടാൽ നീ ഉറങ്ങുകയില്ല. അതെന്തോ സ്വപ്നമാ? അതാ സ്വപ്നം. നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമുണ്ടോ? നീ ആരാകണമെന്ന് അതിനെക്കുറിച്ച് നീ ആത്മാവിൽ കണ്ടാൽ നിനക്ക് ഉറക്കം വരികയില്ല. അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. അതാ ഈ അകത്ത് കത്തുന്ന അഭിഷേകവും കൃപയെന്നൊക്കെ പറയുന്നത് ചുമ്മാ പുറമേ തുള്ളു പ്രകസനമല്ലെന്നേ. അല്ല, ചുമ്മാ പുറമേ കടന്ന് കൂട്ടുകേടി നടത്തുന്നതല്ല. അകത്ത് കൃപ വ്യാപരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താഴ്ചയം എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, അകത്തൊരു സ്വപ്നം നിന്റെ അകത്ത് കത്തിയാൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ഉറക്കം കെടുക്കും. ഉറക്കം കെടും. കാരണം നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുവാനുള്ള ചില ചാലുകൾ, വഴിച്ചാലുകൾ ആത്മാവിൽ നിന്റെ അകത്ത് കത്തുമ്പോൾ ജീവിതത്തിൽ ദർശനത്തിന് വേണ്ടി, സ്വപ്നത്തിന് വേണ്ടി ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് ജാഗരിക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നിന്റെ അകത്ത് വെളിപ്പെടും. ആ വെളിപ്പാട് പൗലൂസിനുണ്ടായപ്പോ പൗലൂസ് പറഞ്ഞ റോമാലേഖനം 9-ാം അധ്യായം വീട്ടിയിരിക്കുന്നവരാണല്ലോ പലരും. ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. എനിക്ക് എന്റെ ചാർച്ചക്കാരെ കുറിച്ചുള്ള വേദന ഇടപെടാതെ എനിക്ക് വേദനയുണ്ട്. എനിക്ക് വേദനയുണ്ട്. ആരെ കുറിച്ച്? എന്റെ ചാർച്ചക്കാരെ കുറിച്ച്. കാരണം ദർശനമകത്ത് കത്തിയപ്പോൾ, സ്വപ്നമകത്ത് കത്തിയപ്പോൾ ഒരു വേദനയകത്ത് വരിക. ഞാൻ ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ബാബിലോണിനെ കുറിച്ചുള്ള പ്രവാചകം, അമോന്യരെ കുറിച്ചുള്ള പ്രവാചകം, ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവാചകം. പക്ഷെ പ്രവാചകം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചാൽ അതിനകത്ത് അതിന്റെ ശരിയായ ഭാഷാന്തരം ഭാരമെന്ന. ഭാരം. വെറും പ്രവാചകമല്ല, ഒരു ദൂത് പറയുകയല്ല. അമോന്യരെ കുറിച്ചൊരു വലിയ ഭാരം. ബേഡൻ എന്നൊരു പദമാണ് കിടക്കുന്നത്. ബേഡൻ. ബാബിലോണിനെ കുറിച്ചുള്ള ബേഡൻ. ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് ഭാരം അകത്ത് വരുന്നിട്ട. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്നെല്ലാം തമാശകളിയും മിമിക്രിയും ഏതൊക്കെ പരിപാടിയാണെന്നറിയാം സുവിശേഷത്തിനകത്ത് ഇറക്കുന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ഭാരമകത്തുളവാക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതെ, ആത്മഭാരം അകത്താളി കത്തിയാൽ അതിനകത്തൂടെ നീ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകും. ദൈവസന്നിധി ജാഗരിച്ച് പ്രാർത്ഥിച്ച് ദൈവമുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ചലിക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതാണ് ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം. പപ്പിട്ടും പടപ്പിട്ടും തല്ലി അവിടെ ഇവിടെയും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നടന്ന് അത് വിധം ചെയ്ത് ഞാൻ വലിയ പുള്ളിയാന്ന് കാണിക്കാൻ വേണ്ടി പലതും സോഷ്യൽ മീഡിയയിലോ എവിടെയോ ഒക്കെ കൊണ്ടിട്ട് ആമയെ പ്രദർശിപ്പിക്കുന്ന പരിപാടിയല്ല ആത്മീയ ശുശ്രൂഷ. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് അകത്തലത്ത് കത്തുന്ന ഭാരമാണ്. ഈ ഭാരമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഥാർത്ഥ സ്വപ്നം കണ്ടാ നീ ഉറങ്ങത്തില്ല. പൗലൂസിനെ നോക്കിയേ. പൗലൂസിനെ കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നത് ദർശനങ്ങളുടെ മനുഷ്യനെന്ന.
അഗ്രിപ്പാ രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പൗലൂസ് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഇന്നുവരെ ചെറിയവരോടും വലിയവരോടും ഒരുപോലെ ഞാൻ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്റെ മേൽ വീണ ദർശനം, ആ സ്വപ്നം, ആ ദൈവത്തിന്റെ ദർശനം, എന്റെ മേൽ ആളിക്കത്തിയ ആ ദൈവിക ഭാരം, അത് ഇന്നുവരെ ചെങ്ങല വീണാലും ശരി, തകർന്നു പോകേണ്ടി വന്നാലും ശരി, ബെരോബയിൽ വെച്ച് കുപ്പയിൽ എറിഞ്ഞു, കൊട്ടയിൽ കൊണ്ടുപോയി എത്രയോ സന്ദർഭങ്ങൾ കല്ലേറ് കൊണ്ടു, എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായി, അകത്ത ഭാരം കെട്ടുപോയോ? ചൂടാമാനവ, ഇതൊരു മൂക്കിപ്പനി വന്നാൽ മതി, പിന്നെ എല്ലാം പോയി. പ്രാർത്ഥനയും പോയി, സ്തോത്രവും പോയി, ഹല്ലേലൂയയും പോയി, ആരാധനയും പോയി. എന്തൊരാത്മാവാന്നറിയാൻ മേല. സ്തോത്രം, ഒരു ചെറിയ കാര്യം വന്നാൽ മതിയെന്നേ, പിന്നെ എല്ലാം പോയി. പാസ്റ്ററെ, മേല എന്നാ മേല? ഇത് ഈ തടി തന്നതാരാ? തമ്പുരാനല്ലേ. നിനക്ക് ആയുസ് തന്നതാരാ? നിനക്ക് ശ്വാസം തന്നതാരാ? ഞങ്ങൾ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായി ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജീവൻ വേണ്ടി ഓടുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ എന്റെ ഹൃദയത്തിന് ഒത്തിരി നൊമ്പരം തോന്നി. ദൈവം നമുക്ക് തരുന്ന ആയുസ്, ആരോഗ്യം, ബലം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇന്ന് മനുഷ്യന് സമയമില്ല. എത്രയോ പേര് വീട് തകർന്നുകൊണ്ടിരിക്കുന്നു, കുഴഞ്ഞു വീഴുന്നു. ജീവിതത്തിൽ മരണം അനേക കുടുംബങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയുഷിന് ബലം നൽകി ദൈവം നിർത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തൊട്ടുരുമി നിൽക്കാനല്ല, ഒരു ദർശനത്തിന്റെ കത്തൽ ഇന്ന് ആരുടെയൊക്കെയോ അകത്ത് പരിശുദ്ധാത്മാവ് നൽകാൻ പോവുക. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ, ഞാൻ സമയം എന്റെ മുൻപിൽ പരിമിതമാണെന്ന് എനിക്കറിയാം, എങ്കിലും എന്റെ ഹൃദയത്തിൽ വരുന്ന സന്ദേശങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് ഭാരമായി മാറും. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിനെക്കുറിച്ച് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കാലം വൈകിയാലും അത് നിറവേറാതിരിക്കത്തില്ല. ദർശനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓടിക്കൊണ്ടിരിക്കുക, നിറവേറാതിരിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഈ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഈ 2025 കഴിയുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി ജീവിപ്പിക്കുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, അത് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ തലമുറയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് കത്തുന്ന ഒരു സ്വപ്നമുണ്ടോ? ജോസഫിന്റെ അകത്ത് ഒരു സ്വപ്നം കത്തി. അപ്പനോട് പറഞ്ഞു, അപ്പ, ഞാൻ ഇന്ന പോലെ സ്വപ്നം കണ്ടു. നമുക്കറിയാം എന്താ സ്വപ്നം. സ്വപ്നം ഉയർച്ചയുടെ സ്വപ്നമാണ്, അനുഗ്രഹത്തിന്റെ സ്വപ്നമാണ്, നന്മയുടെ സ്വപ്നമാണ്. വരാൻ പോകുന്ന ശുഭകരമായ ഭാവി, അനുഗ്രഹിക്കപ്പെട്ട വിശാലത, വിടുതലുകളെല്ലാം സ്വപ്നത്തിലുണ്ട്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. സ്വപ്നം കണ്ട ജോസഫിനെ അപ്പൻ ദോതാനിലേക്ക് അയക്കുക. ആരുടെ അടുക്കൽ? സഹോദരന്മാരുടെ അടുക്കൽ. പക്ഷെ സംഭവിച്ചതറിയാം. വരുന്നടാ സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് പിടിച്ച് പൊട്ടക്കുഴിയിലേക്ക് ഇട്ടു. ഈ പൊട്ടക്കുഴി കണ്ടായിരുന്നോ? ഇല്ല. പൊട്ടക്കുഴിക്കകത്ത് വീഴുമ്പോൾ, അച്ചാച്ചന്മാരെ, ഞാൻ ഇനി സ്വപ്നം കാണുകയില്ല എന്ന് നിലവിളിച്ച് പറയുന്ന കാഴ്ച എങ്ങാനും ഇവൻ സ്വപ്നത്തിൽ കണ്ടോ? ഇല്ല. ഇതൊന്നും കണ്ടില്ല. ആമേൻ. ഇവനൊരു നല്ല ശുഭപര്യവസാനമായി ഇവൻ കണ്ടത്. പക്ഷെ സംഭവിച്ചത് മറിച്ച അനവധി പ്രതിസന്ധികളുടെ. ഒന്ന്, ഇവന്റെ സഹോദരന്മാർ തന്നെ ഇവനെതിരായി. നിന്റെ അകത്തൊരു സ്വപ്നമുണ്ടോ? ഒരു ദർശനമുണ്ടോ? ഓർത്തോ, കൂട്ടത്തിൽ നിൽക്കുന്നവര് പോലും എതിരാകും. നിനക്ക് തോന്നും എല്ലാരും ആമേൻ പറയുമെന്ന്. ചാക്കോച്ചൻ എന്റെ കൂടെ കൂടും, ശോശാമ എന്റെ കൂടെ നിന്നുകൊണ്ട് ആമേൻ പറയും ഞാൻ പറയുമ്പോ.
പക്ഷെ ഓർത്തു, നിനക്ക് ആ നിന്റെ അകത്ത് കത്തിയ സ്വപ്നത്തോടു കൂടെ നിൽക്കാൻ പലരും കാണത്തില്ല. ചിലരൊക്കെ പറയോ അവനോ എടാ ഇന്നലെ വരെ ഇല്ലാത്ത എന്തോ ഏതാണ്ടൊക്കെ പറയുക. എന്തോ പ്രയാസാന്നാ തോന്നുന്നത്, കറക്കം. പക്ഷെ കണ്ടവനറിയാം ഇതെന്നാന്നുള്ളത്. എതിരുകൾ ഒത്തിരി ഉണ്ടെന്ന്. കൃപ പ്രാപിച്ചവൻ എതിരുകളുണ്ട്. ഈ എതിരില്ലെങ്കിൽ ഇത് വളരുകയില്ല. അതാ ഇതിനെ വളർത്തുന്നതും ഉയർത്തുന്നതും പദ്ധതിയിലേക്ക് നടത്തിയെടുക്കുന്നതും എതിരുകളാ. ഞാൻ പറയുന്നത് ദൂത് തിരിയുന്നുണ്ടോ? നിന്റെ കൊണ്ടെത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാനാ ഇന്ന് പകൽ ഈ ശയാന വേളയിൽ ചില പോരുകൾ നിന്റെ മുൻപിലുള്ളത്. ആമേൻ പറഞ്ഞാട്ടെ. സ്വതന്ത്രം അത് അനുഭവിച്ചറിയുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തൂടൊക്കെ വേണം നീ മുന്നോട്ട് റോൾ ചെയ്ത് വരാൻ. അതേന്നേ നിന്നെ തമ്പുരാൻ റോൾ ചെയ്തെടുക്കാൻ പോവുക. സ്തോത്രം. സ്വന്തം സഹോദരന്മാർ പൊട്ടക്കുഴിക്കകത്തെറിഞ്ഞു, വെള്ളിക്കാശിന് വിറ്റു, എണ്ണി മേടിച്ചു. അയ്യോ, സ്വന്തം സഹോദരനെ വെള്ളിക്കാശിൽ എണ്ണി മേടിക്കുമ്പോ അവന്റെ വേദന എന്തായിരിക്കും? ഇസ്മായിലിന്റെ കച്ചവടക്കാർക്ക് വിറ്റു. അവരുടെ ചരക്ക് പലതാ. അതിലൊരു ചരക്കായി അടിമച്ചെറുക്കൻ. ഈ ചെറുക്കനെയും വിലയ്ക്ക് മേടിച്ച് ഒട്ടകത്തിന്റെ വാലയെ കെട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജോസഫിന്റെ ഉള്ള ഒത്തിരി വേദനിച്ച് കാണും. കർത്താവേ, ഞാൻ ഇങ്ങനത്തെ സ്വപ്നമല്ലല്ലോ കണ്ടത്. ഞാൻ കണ്ട സ്വപ്നം വിടുതലിന്റെ സ്വപ്നമാണല്ലോ, അത്ഭുതത്തിന്റെ സ്വപ്നമാണല്ലോ. എന്നാൽ എനിക്ക് സംഭവിച്ചത് നേരെ തിരിച്ചാണല്ലോ. ജോസഫ് ഒത്തിരി വേദനിച്ച് കാണും. പക്ഷേ ജോസഫേ, ഒടുവിൽ ജോസഫ് പറഞ്ഞ ആ പദങ്ങളിലേക്കൊക്കെ കടന്നു വന്നാൽ ദൈവം എന്നെ അയച്ചതാകുന്നു എന്ന് ജോസഫ് പറഞ്ഞൊരു പദം ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട്, എന്നെ നിങ്ങൾ ഈ നിലകളിൽ വിഷമിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിഷാദിക്കണ്ട. ദൈവം എന്നെ അയച്ചതാ. ദൈവം എന്നെ അയച്ചതാ. പ്രൈസ് ദി ലോർഡ്. ആയിരങ്ങൾക്ക് വിടുതലിന് വേണ്ടി ചില കറ്റങ്ങളിലൂടെ, വേദനകളിലൂടെ, തകർച്ചകളിലൂടെ ഒരു പക്കുതനെ കുഴിയിലിറക്കി വിറ്റ് കാശാക്കി അവൻ ഒട്ടകത്തിന്റെ വാലിന്റെ തുമ്പിൽ കെട്ടി മിസ്രൈമിലേക്ക് വിറ്റ് കളയുമ്പോൾ അപ്രതീക്ഷിതമായി എല്ലാവരും വിചാരിച്ചത് ഇതിവിടം കൊണ്ട് തീർന്നു, ഈ കൊച്ചൻ എവിടെയോ വീട്ടുപണി ചെയ്ത് അവസാനിക്കും, ഇവന്റെ ജീവിതമെല്ലാം അവസാനിക്കും. പക്ഷേ ഇവനെ ഒതുക്കുന്നത് പല ശക്തികളാണെങ്കിലും ഇവന്റെ അകത്ത് കത്തിയ സ്വപ്നത്തെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ചൂടാമാനവ, ഇവൻ പ്രാപിച്ച ദർശനം, ഇവന്റെ അകത്ത് കത്തിയ സ്വപ്നം, ആ സ്വപ്നത്തെ ഒതുക്കാൻ കഴിയുന്ന ശക്തികളില്ല. കാരണം ഇവനെ ചിലപ്പോ ഒതുക്കാം, പീഡിപ്പിക്കാം, ക്ഷീണിപ്പിക്കാം, പരാജയത്തിലേക്ക് നടത്താം. പക്ഷെ ഇവന്റെ അകത്ത് കത്തുന്ന ഒരു സ്വപ്നമുണ്ട്, അതിനെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് എന്തോ വേണ്ടി പൊത്തിപ്പേറിന്റെ വീട്ടിൽ ചെന്നു. വിശദീകരിക്കുന്നില്ല. പൊത്തിപ്പേറിന്റെ വീട്ടിൽ നമുക്കറിയാം സാഹചര്യങ്ങളൊക്കെ അനുകൂലമായ നിലയിലായിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് കിട്ടിയത് തകർച്ചയാ, വേദനയാ, ഇതിലും വലിയ വേദനയാ. കാരണം ചെയ്യരുതാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് അവനെ ആ സ്ഥലത്തെ ഏറ്റവും വലിയ ആ വീട്ടിലെ മോശക്കാരനാക്കി അവനെ അപമാനിച്ചുകൊണ്ട് അവന്റെ കൈലിത്തുണ്ട് പൊക്കിപ്പിടിച്ച് അവന് കിട്ടിയ ഫോറിൻ ഡ്രസ് ഉണ്ടല്ലോ, അപ്പനെ കൊടുത്ത ഡ്രസ് ഈ മക്കള് തന്നെ ഊരിയെടുത്ത് എന്ത് ചെയ്തു, രക്തത്തിൽ മുക്കിക്കൊണ്ടുപോയി. എന്നാൽ ഇവന് ഫോറിൻ കിട്ടിയ ഈ ഫോറിൻ ഡ്രസ് എന്ത് ചെയ്തു, പൊക്കിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഇവൻ ആരാ, ഇവൻ വ്യഭിചാരിയാ, ഇവൻ ദോഷക്കാരനാ, കിട്ടിയത് കാരാഗ്രഹമാ. സ്തോത്രം. അഴിയെണ്ണുക, അഴി. ഇത് വല്ല സ്വപ്നത്തിലുണ്ടോ? പേടിക്കണ്ടെന്നേ. അഴിയെണ്ണുക. അവിടെ വെച്ച് കൃപാവരം ഒന്നുകൂടെ ജ്വലിച്ചു കേട്ടോ. കൃപാവരം ജ്വലിച്ചു. അവിടെ 2 പുള്ളികൾ വന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ പെട്ടെന്ന് ഓടിപ്പോവുക. അപ്പക്കാരന്റെ പ്രമാണിയും അപ്പക്കാരന്റെ പ്രമാണിയോട് പറഞ്ഞു, നിന്നെ തട്ടിക്കൊട്ടും, നിന്റെ പണി തീർന്നു. പാനപാത്രവാഹന്റെ പ്രമാണിയോട് പറഞ്ഞു, നീ രക്ഷപ്പെടും, നീ കണ്ട സ്വപ്നം അനുസരിച്ച് അതിന്റെ വ്യാഖ്യാനം പറയാം, നീ രക്ഷപ്പെടും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം,
ഫറവോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണം, എന്നെ കൂടെ ഒന്ന് ഓർക്കണം. ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു പുള്ളി കാരാഗ്രഹത്തിലുണ്ട്. ഒരു വാക്കൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു വിടുതൽ കിട്ടും. ഒരു ചെറിയ പ്രതീക്ഷ. പക്ഷെ പ്രതീക്ഷയെല്ലാം ആസ്ഥാനത്തായി. ഇവൻ പോയ വഴിയെ പോയി പാനപാത്രവാഹകനായി തീർന്നെങ്കിലും അവൻ ജോസഫിനെ മറന്നുപോയി. അങ്ങനെയൊക്കെയാന്നേ. നീ ശുശ്രൂഷിക്കുന്നിടത്ത് പലരും നിന്നെ മറക്കും. പലർക്കു വേണ്ടി നീ പ്രാർത്ഥിച്ച അനേകര് വിടുതൽ പ്രാപിച്ച അത്ഭുതമൊക്കെ നടന്നതാ. അനേകര് പുറത്തു വന്നതാ. അനേകര് ദൈവശബ്ദം കേട്ടതാ. പ്രാർത്ഥനയിലൂടെ ചിലരെല്ലാം നിലവാരത്തിൽ ഉയർന്നുപോയി. പക്ഷേ നീ എന്നും താണു കിടക്കുക. നീ പലപ്പോഴും ഓർക്കും, ദൈവമേ അവൻ എന്നെ ഓർത്തിരുന്നെങ്കിൽ, അവരോട് എന്നെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ. ഓർക്കുന്നില്ല. കാരണം ഓർക്കാത്തതിന്റെ കാര്യം ദൈവം നിന്നെ ഓർക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അവൻ ഓർത്താൽ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പരിമിതിയാ. ചിലപ്പോൾ ഫറവോനോട് പറഞ്ഞ് നിന്നെ വിടുവിച്ചെന്ന് വരാം, പക്ഷേ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നിന്നെ ഫറവോന്റെ അടുത്ത കസേരയിൽ ഇരുത്തണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. നിന്റെ സ്ഥിതിയെ ഒന്ന് മാറ്റിമറിച്ച് ഒടുവിൽ ഒരു ശുഭപര്യവസാനത്തിലേക്ക് നിന്റെ സ്വപ്നത്തെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് അഴിയെണ്ണുന്ന ദിവസങ്ങൾ പിന്നെയും ദീർഘമാകുക. പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഒരു വിടുതൽ കാരാഗ്രഹത്തിൽ നിന്ന് കാണുന്നില്ല. ചിലപ്പോൾ പ്രതീക്ഷയോടെ ജോസഫ് പുറത്തേക്ക് നോക്കിക്കാണും. ഞാൻ എന്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന പാനപാത്രവാഹകന്റെ പ്രമാണി എന്നെ ഓർക്കുമായിരിക്കാം. അവൻ കൊട്ടാരത്തിൽ നിന്ന് സ്റ്റേറ്റുകാർ വിട്ട് ആളെ വിട്ട് അല്ലെങ്കിൽ ഫറവോനോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു നിലവാരത്തിൽ എനിക്കൊരു ആശ്വാസത്തിനുള്ള വഴി അവൻ ചെയ്തു തരും എന്നൊക്കെ ചിന്തിച്ച് കാണാം. മാനുഷികമായ നിലയിൽ ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കാതിരിക്കത്തില്ല. എന്നാൽ ആ വഴികളെല്ലാം അടഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞു. കാരാഗ്രഹത്തിന്റെ അഴി എണ്ണി സ്വപ്നം കണ്ടവൻ കിടക്കയാ. എല്ലാവരും പറഞ്ഞു, നീ ഇവിടെ കൊണ്ട് അവസാനിക്കും. ഇല്ല, നീ പ്രാപിച്ച ശുശ്രൂഷയ്ക്ക് ഒരു ഉത്തരം ദൈവം വെളിപ്പെടുത്താൻ പോകുക. നീ എന്ത് കണ്ടാണോ ഈ കാരാഗ്രഹത്തിനകത്ത് വന്നത്, അതുപോലെ ഫറവോന് ദൈവം ഒരു സ്വപ്നം കൊടുക്കാൻ പോവുക. യെസ്, ഫറവോനൊരു സ്വപ്നം കണ്ടു. മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി സകല പണിയും നടത്തി കറക്കി കൂത്തി. മന്ത്രവാദികൾ പറഞ്ഞു അങ്ങോട്ട് തെളിയുന്നില്ല. മന്ത്രവാദികൾ പറഞ്ഞു, വിടത്തില്ല, നിന്നെ ഒന്നും പറഞ്ഞോണം. ഞാൻ കണ്ട സ്വപ്നം അത് പറഞ്ഞേ പറ്റൂ, അർത്ഥം പറഞ്ഞേ പറ്റൂ. ആകെപ്പാടെ കുഴഞ്ഞല്ലോ. നമുക്കറിയാം, വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കുഴഞ്ഞു. അപ്പോഴായി പാനപാത്രവാഹകന്റെ പ്രമാണി മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ആത്മാവുള്ള ഒരുത്തൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. സ്റ്റേറ്റുകാർ പെട്ടെന്ന് വന്നു. ജോസഫിന്റെ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ സ്റ്റേറ്റുകാർ നിന്നു. ആരാ ജോസഫ്? ഉടനെ തന്നെ മനസ്സിലാക്കി. ജോസഫിനെ കാറിനകത്ത് കയറ്റി പെട്ടെന്ന് കൊണ്ടുപോയി കുളിപ്പിച്ചു, ശവരം ചെയ്യിച്ചു, പെട്ടെന്ന് ആമ്പയിൽ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു, ഫറവോന്റെ മുൻപിൽ കൊണ്ട് നിർത്തി. നോക്കണേ, ഫറവോനെ കൊണ്ട് മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോഴേ ജോസഫ് പറഞ്ഞു, അങ്ങ് ശുഭമായിരിക്കട്ടെ. അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയെന്നേ. സ്വപ്നവും വ്യാഖ്യാനവും പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴേ ഫറവോൻ പറഞ്ഞു, ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. ഒരൊറ്റ മന്ത്രവാദിയും വിടരുത്. വിശുദ്ധാത്മാവുള്ള ഒരുത്തം വന്നപ്പോൾ എന്റെ കാര്യം പടിപടിയായി പറയുക. എന്താ പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിക്കാൻ പോയാൽ എന്റെ മുൻപിൽ സമയമില്ല. നമുക്കറിയാം, 7 സുഭിക്ഷതയുടെ വർഷം, 7 ക്ഷാമത്തിന്റെ വർഷം. ചരിത്രം മാറി. ഈ സ്വപ്നവും വ്യാഖ്യാനവും ഒക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, രാജ്യത്ത് ഇതുപോലെ വ്യാഖ്യാനിക്കുവാൻ വിശുദ്ധാത്മാവുള്ള മറ്റൊരുവനില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിഹാരവും വരാൻ പോകുന്ന ക്ഷാമത്തിനുള്ള പരിഹാരവും അവൻ അറിയിച്ചത് കൊണ്ട് കസേരയും കൂടെ നീക്കിയിടാൻ പറഞ്ഞു. സ്വർണ്ണ സരപ്പളി അവന് വേണ്ടി റെഡിയാക്കി.
മുദ്ര വെച്ചതായിരിക്കുന്ന കസേരയിലേക്ക് ജോസഫിനെ കൊണ്ടിരുത്തി. സംഭവം മാറി മറിഞ്ഞു. ആമേൻ. ജോസഫ് ഇപ്പൊ എവിടെ ഇരുന്നു? ആമേൻ. ഫറവോന്റെ അടുത്ത കസേരയിലിരുന്നു. എന്നിട്ട് ഫറവോൻ ഒരു ഓർഡർ, മുട്ടുകുത്തുവീൻ, മുട്ടുകുത്തുവീൻ. ഈ സമയത്ത് കൈലി എടുത്തു വെച്ച കൊച്ചമ്മയെ മുട്ടുകുത്തി. എന്റെ കൊച്ചമ്മേ, നീയല്ലേ പറഞ്ഞ ജോസഫ് വ്യഭിചാരം ചെയ്യാൻ വന്നതാന്ന്? നീ മുട്ടുകുത്തിക്കോ. കാരണം അവനിപ്പോൾ ഫറവോന്റെ അടുത്ത സീറ്റില്ല. സ്വതന്ത്രം, 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 സ്വതന്ത്രം. നിനക്ക് വിരോധമായുള്ള അപവാദങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയുള്ളവനെ, പ്രാർത്ഥനയുള്ളവനെ, ആരാധനയുള്ളവനെ, ആത്മീകമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവനെ ഒതുക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളും പോരുകളും ശക്തിയോടുകൂടെ അവൻ അടരാടുമ്പോൾ അതിന്റെ നടുവിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാമസയാനവളെ താഴ്ന്നു പോവുകയല്ല, ക്ഷീണിച്ചു പോകുകയല്ല. ശക്തിയോടെ പറ, എന്റെ ദൈവം തന്റെ സമയത്ത് തന്നെ ഉയർത്തും. പറഞ്ഞാട്ടെ. സ്വർഗം ഇന്ന് പകൽ നിന്നെ ഉയർത്തുന്ന ദിനങ്ങളാ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ വേറെ എങ്ങും പോയിരിക്കരുതേ, കൈയുടെ കീഴിയിരിക്കണേ. അവിടെ എവിടെയൊക്കെ പോയിരുന്നേച്ച് ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അവന്റെ ബലമുള്ള കൈയുടെ കീഴിൽ തന്നെ ഇരിക്കണം. അവിടെ ഇരുന്നാൽ തക്ക സമയത്ത് ഉയർച്ച. നമുക്കറിയാമല്ലോ, ജോസഫ് പാണ്ഡികശാല തുറന്നു. ചരിത്രം മാറി മറിഞ്ഞേ. മിസ്രൈമിലെ ചരിത്രം മാറി മറിഞ്ഞു. ഈ സമയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. കാലിച്ചാക്കുകളുമായിട്ട് വന്ന് നിൽക്കുക. ആരാ? വിറ്റവന്മാര് കാലിച്ചാക്കുകളുമായിട്ട് വന്ന് നിൽക്കുക. ജോസഫ് ഒന്നേ നോക്കിയുള്ളൂ, ഞങ്ങൾ പരമാർത്ഥികൾ, ഒരപ്പന്റെ മക്കൾ. അയ്യോ, എന്നൊക്കെയാ പറയുന്നറിയാം. ഒരുളുമ്പുമില്ലാതെ വർത്താനം പറയുന്നത്. ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ, ഒരുത്തനില്ല. എടാ, ഇല്ലാത്തവനായി നിൽക്കുന്നേ. നീ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവനാ നിന്റെ മുമ്പിൽ നിൽക്കുന്നെന്ന്. ചരിത്രമൊക്കെ അങ്ങോട്ട് വിളമ്പി. പിന്നെ ജോസഫിന് ഒരു പ്രത്യേകതയുണ്ട്. കാലിച്ചാക്കുമായിട്ട് വന്നാൽ നിറച്ചു കൊടുക്കും. കാലിച്ചാക്കുമായിട്ട് ആയിരങ്ങൾ വന്നപ്പോൾ ജോസഫ് പാണ്ഡികശാല തുറന്നു. എല്ലാവർക്കും ചാക്കുകൾ നിറച്ചു കൊടുത്തു. എന്നിട്ട് ഇവന്മാരെ അകത്തോട്ട് കയറ്റി, വീടിന്റെ അകത്തോട്ട്, ഡൈനിങ് ഹാളിലോട്ട് കയറ്റി നിരയായിട്ട് അങ്ങോട്ട് ഇരുത്തി. രൂപൻ, ലേവി, ശിമിയോൻ, യഹൂദ, ഇങ്ങനെ നിരയായിട്ടിരുത്തി. ഇവന്മാര് തമ്മി കണ്ണി നോക്കി. അയ്യോ, എടാ, രൂപൻ, ശിമിയോൻ, ലേവി, ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളെ ഇരുത്താൻ എല്ലാം കണ്ണി നോക്കുക. അതെ, നിന്നെ ഇരുത്താൻ അറിയാവുന്നവനാ ഇവൻ. നീ വിചാരിച്ച ആളല്ലെന്ന്. നീ ഓർത്തിവൻ പോയെന്നല്ലേ? ഇവന്റെ വസ്ത്രവും രക്തത്തിനകത്ത് മുക്കിക്കൊണ്ട് അപ്പന്റെ മുന്നേ എന്ന് പോയി കാട്ടുമൃഗം കടിച്ചു കീറിയെന്ന് പറഞ്ഞ പുള്ളിയാ ഇപ്പൊ മുന്നേ നിൽക്കുന്നത്. കാരണം അവന്റെ സ്വപ്നത്തിന്റെ ശക്തി. അവൻ പ്രാപിച്ച സ്വപ്നത്തിന്റെ ശക്തി ചൂടാപാലമാ. തകർന്നു പോകും, ഉടഞ്ഞു പോകും, ഇനി ഇല്ലെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വാദഗതി മുഴക്കിയവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ രുചിച്ചറിഞ്ഞവർ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ട്. നിന്നെ കുറിച്ചുള്ള പദ്ധതി ഒന്നും പൊളിയത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ദൈവം അതിനെല്ലാം ഒരു പൂർത്തീകരണം, ഒരു ശുഭ പര്യവസാനം ഉണ്ടാക്കുമെന്നേ. ഇവരെ വിളിച്ചു, ആഹാരമൊക്കെ കൊടുത്തുവിട്ട ചരിത്രം നമുക്കറിയാം. ബെന്യാമിന്റെ ചാക്കിനകത്ത് കിണ്ണം വെച്ചുവിട്ട ചരിത്രമൊക്കെ നമുക്കറിയാം. അവസാനം ജോസഫ് തന്നെ വെളിപ്പെടുത്തി, എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നുവോ? കരഞ്ഞ് നിലവിളിച്ച് കെട്ടിപ്പിടിച്ച്. ഹല്ലേലൂയ. അവർക്ക് അന്തം വിട്ടുപോയി. ജോസഫിന് ആരാ? മിസ്രൈമിലെ അധിപതിയാ. സ്തോത്രം. എനിക്ക് സന്തോഷമുള്ളത്, ഈ ജോസഫ് പോയ അന്ന് മുതൽ ഈ അപ്പച്ചൻ ചാരത്തിനകത്തിരിക്കുക. യാക്കോബ് അപ്പച്ചനെ. ഈ യാക്കോബിന്റെ ചരിത്രം പറഞ്ഞ സമയം തീരുക. യാക്കോബിന്റെ ചരിത്രം പറഞ്ഞാൽ പ്രത്യേകത എന്നാന്നറിയാവോ? ഈ യാക്കോബ് പിടികൊടുക്കാത്തവനാ. ദൈവത്തിന് പിടികൊടുക്കുകയില്ല. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ പുള്ളി സമ്മതിക്കുകയില്ല. പുള്ളി ദൈവം പുറകെ വരുമ്പോഴും പുള്ളി ഓടുക.
ഓടുക. ഓടി ഓടി ഒരിക്കൽ എവിടെ ചെന്നു? ലൂസി നമുക്കറിയാം. രാത്രി കല്ലെടുത്ത് തലവണയായി വെച്ചു. അവിടെ ദൈവം ഇറങ്ങി വന്നു. കോവണി ദൂതന്മാരിറങ്ങി, ദൈവസാന്നിധ്യം ഇറങ്ങി. നേരം വെളുത്തോ പറ, ഇത് ദൈവം വസിക്കുന്ന ആലയവ. കല്ലുമൊക്കെ നാട്ടി അവിടുന്ന് ഒരു പോക്കങ്ങ് പോയി. ഒരു 10-21 വർഷം, 14 വർഷം 2 പെങ്കൊച്ചുങ്ങൾക്ക് വേണ്ടി. അത് ഒരു പെങ്കൊച്ചിന് വേണ്ടി 7 വർഷം സേവ ചെയ്തതാ. ഷൂളോ അടിച്ച് അവിടെ പുറകെ റാഹേലിന്റെ പുറകെ. കിട്ടിയത് ലേയ. കാരണം ഈ ലാബാൻ ചതിക്കലിന്റെ അങ്ങേയറ്റം, പറ്റിക്കൽ. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥമേ ഉപായിയ, അതിന്റെ ഇരട്ടി ഉപായിയ ലാബാൻ. കാരണം പറ്റിക്കുന്നവൻ ഓർത്തോളം നിന്നെ പറ്റിക്കുന്ന വേറൊരുത്തനുണ്ട്. നീ 100 മൈൽ സ്പീഡിലാണെങ്കിൽ അവൻ 150. നീ ചെന്ന് അവന്റെ കൈ വീഴും. നീ പറ്റിച്ചാൽ നിന്നെ പറ്റിക്കുന്ന ഒരുത്തം പുറകെ വരുന്നുണ്ട്. ഓർത്തോണം, ദൈവത്തെ പറ്റിക്കുന്നവൻ സൂക്ഷിച്ചോണം. ഏതായാലും പിടികൊടുക്കാത്ത യാക്കോബ് ചെന്നെത്തിയത് ലാബാന്റെ വീട്ടിൽ. നാളുകൾ അവിടെ കഴിഞ്ഞു. ഭാര്യമാർ 2, കൊച്ചുങ്ങൾ എല്ലാമായി. കാര്യങ്ങളൊക്കെ ശരിയാ. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. മടങ്ങി വരുന്നൊരു സുദിനമുണ്ടായി. യാബോക്കിന്റെ കടവിൽ വെച്ച് ദൈവമായിട്ട് പിടിച്ചു. പേര് മാറി, സ്ഥിതി മാറി, അവസ്ഥകളെല്ലാം മാറി. എന്നാൽ ജോസഫ് ഒരു ദിവസം നഷ്ടമായി. അന്ന് മുതൽ അപ്പൻ ചാരത്തിനകത്തിരിക്കുക. യാക്കോബിനെ സ്ഫുടത്തിനകത്ത് തമ്പുരാൻ വെച്ചിരിക്കുക. എന്തിനാ? അവന്റെ കീടം മുഴുവൻ മാറാൻ. അവന്റെ ജീവിതത്തിൽ മാറാത്ത ചില കീടങ്ങൾ മാറണമെങ്കിൽ ഒരു ജോസഫിന്റെ നഷ്ടം യാക്കോബിനുണ്ടായേ പറ്റൂ. അവിടെ ഇരുന്നുകൊണ്ട് യാക്കോബ് നിലവിളിച്ച് കരഞ്ഞ് അവന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ഒരു ദിവസം ഒരു രഥം വന്ന് വാതിക്കൽ നിൽക്കുന്നു. യാക്കോബ് പറഞ്ഞു, എന്റെ മോൻ പോയി, എനിക്കിനി ജീവിക്കണ്ട. ജോസഫില്ല. ബെന്യാമിനെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞ് യാക്കോബ് നിലവിളിക്കുമ്പോൾ അവന്റെ വീടിന്റെ വാതിക്കൽ രഥം വന്നു നിന്നു. അവന് ചൈതന്യം വന്നു കേട്ടോ. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവാ. അവന് ചൈതന്യം വന്നു കേട്ടോ. ജീവിതത്തിൽ ചൈതന്യം വന്നു യാക്കോബിന്. യാക്കോബ് ആള് മാറി, സ്ഥിതി മാറി. നമുക്കറിയാം, രഥത്തിനകത്ത് കയറി പോവുക. എങ്ങോട്ട് പോവുക? മിസ്രൈമിലേക്ക് പോവുക. എന്താ കാര്യം? ഇനി എനിക്ക് ജീവിച്ചില്ലാലും വേണ്ടുമില്ല, എന്റെ മകനെ ഒന്ന് കണ്ടാ മതി. പോകുന്ന വഴി ഞാൻ ഈ അപ്പച്ചനോടൊന്ന് ചോദിക്കുന്നു, അപ്പച്ചൻ എങ്ങോട്ട് പോവാ? മിസ്രൈമിലേക്ക് പോവാ. മിസ്രൈമിൽ ആരുണ്ട്? ഇന്നലകളിൽ എന്റെ മക്കൾ പറഞ്ഞ് മരിച്ച് കാട്ടുമൃഗം കടിച്ചു കീറി എന്ന് പറഞ്ഞ ജോസഫ് മിസ്രൈമിലുണ്ട്. എനിക്ക് അവനെ നേരോടൊന്ന് കാണണം. അവിടെ ചെന്ന് വീണ് മരിച്ചാലും വേണ്ടുമില്ല, എനിക്ക് അവനെ ഒന്ന് കാണണം. രഥത്തിനകത്ത് കയറി സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ അപ്പച്ചൻ രഥത്തിനകത്ത് കയറി ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം അപ്പച്ചനോട് പറയട്ടെ. അപ്പച്ചൻ പോകുന്ന വഴിയിൽ ഒരുവൻ മുന്നമേ പോയതാ. അവൻ പൊട്ടക്കുഴിയിലൂടെ, കാരാഗൃഹത്തിലൂടെ, പൊത്തിപ്പേറിന്റെ ഭവനത്തിലൂടെ അനവധി വ്യതകളും വേദനകളും അനുഭവിച്ച് അങ്ങയ്ക്ക് മുൻപേ ഒരു നല്ല ജോസഫ് കടന്നു പോയത് കൊണ്ട് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു രഥം അവൻ അയച്ചിരിക്കുക. ഓ ജീസസ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്റെ കർത്താവ് മുന്നമേ കടന്നു പോയത് കൊണ്ട് അവൻ നിനക്ക് വേണ്ടി പാപം വഹിച്ച്, ക്രൂശിനെ വഹിച്ച്, ആ പൊട്ടക്കുഴി അനുഭവിച്ച്, വ്യതകളും വേദനകളും സഹിച്ചത് കൊണ്ട് ആ സ്വർഗീയ രഥം, പരിശുദ്ധാത്മാവിന്റെ രഥം നിനക്ക് വേണ്ടി അയച്ചു തന്ന്, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നിന്നെ നടത്തിയെടുത്ത് നിനക്ക് വേണ്ടി ഒരു ശുഭപര്യവസാനം ഒരുക്കുവാൻ എന്റെ ദൈവശക്തനായ ദൈവമാണ്. കണ്ണുകളെ അടച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവര്, 138 സങ്കീർത്തനം 8 വാക്യം, എനിക്ക് വേണ്ടി എന്റെ ദൈവം സമാപ്തി വരുത്തും. എന്റെ ജീവിതത്തിലുള്ള എല്ലാ ദൈവിക പദ്ധതികളും ഒരു ശുഭപര്യവസാനത്തിലെത്തിക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കാരാഗ്രഹം വരട്ടെ, പൊട്ടക്കുഴി വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, നിശ്ചയമായും ഞാൻ പിടിച്ചു നിന്ന് ആത്മഭാരത്തോടെ കർത്താവിന് വേണ്ടി മുന്നേറും. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചരിത്രം വെളിപ്പെടാൻ പോകുകയാണ്. അത് എന്നിലേക്ക് വരാൻ പോകുകയാണ്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവർക്ക് വിടുതലായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി അനേകർ ഒരുക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഈ ഗ്രൂപ്പിനെ ആശീർവദിക്കണമേ. എന്നെ ശ്രദ്ധിച്ചവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശബ്ദം ചിലരെ രൂപപ്പെടുത്തണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.